നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. മാസങ്ങൾ മാത്രമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി ബാക്കിയുള്ളത്. കേരളത്തിൽ ഇക്കുറി അക്കൗണ്ട് തുറക്കാമെന്ന വലിയ പരിശ്രമത്തിലാണ്, ആത്മവിശ്വാസത്തിലാണ് NDA നേതൃത്വം. എന്നാൽ BJPക്ക് NDAക്ക് സീറ്റ് നൽകില്ലെന്നും ഏത് വിധേനയും NDAയുടെയും BJPയുടെയും പ്രവേശനം തടയുമെന്നും CPM-ഉം കേരളത്തിലെ ഇടതുപക്ഷവും പ്രഖ്യാപിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് പിടിവള്ളി പോലെ കേന്ദ്ര സർക്കാരിന് ഒരു അവസരം കൈവന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെയുള്ള മാസപ്പടി കേസിന്റെ അന്വേഷണം. നമുക്കറിയാം, കേരളത്തിലെ ഇടതു സർക്കാരിനെതിരെ, പ്രത്യേകിച്ച് പിണറായി വിജയന്റെ കുടുംബത്തിനുമെതിരെ കഴിഞ്ഞ കാലങ്ങളിൽ നിരവധി ആരോപണങ്ങളാണ് ഉയർന്നത്. സ്വർണ്ണക്കടത്തു കേസ്, ഡോളർ കടത്തു കേസ്, അങ്ങനെ നിരവധി ആരോപണങ്ങൾ. ഇതിലൊക്കെ തന്നെ കൃത്യമായ തെളിവുകളുണ്ടെന്ന് ആദ്യഘട്ടത്തിൽ ബോധ്യപ്പെട്ടുവെങ്കിലും പിന്നീട് അന്വേഷണം എവിടെയൊക്കെയോ അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യവുമാണ്. സ്വർണ്ണക്കടത്തു കേസിൽ സ്വപ്ന സുരേഷ് കൃത്യമായ വിവരങ്ങൾ നൽകിയിരുന്നു. സ്വപ്ന സുരേഷ് രഹസ്യമൊഴി നൽകിയിരുന്നു. EDക്കടക്കം നൽകിയ മൊഴികൾ പിന്നീട് സ്വപ്ന സുരേഷ് മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിരുന്നു. മുഖ്യമന്ത്രിക്കെതിരെയും മകൾ വീണ വിജയനെതിരെയും തെളിവുകൾ സഹിതമാണ് കേന്ദ്ര ഏജൻസികൾക്ക് മൊഴി നൽകിയതെന്ന സ്വപ്ന സുരേഷിന്റെ വാക്കുകൾ വിശ്വസിക്കുകയാണെങ്കിൽ പിന്നീട് കേസ് അന്വേഷണം അട്ടിമറിക്കപ്പെട്ടത് എവിടെയാണ്? അപ്പോഴാണ് കേരളത്തിലെ പ്രതിപക്ഷമായ കോൺഗ്രസ് ഒരു ആരോപണം ഉന്നയിക്കുന്നത്. കേരളത്തിലെ CPM-ഉം കേന്ദ്രത്തിലെ BJPയും തമ്മിൽ അടുത്ത ബന്ധമാണുള്ളത്. കേരളത്തിലെ CPM-ന്റെ മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയും സംരക്ഷിക്കുന്നത് കേന്ദ്രത്തിലെ BJP നേതൃത്വമാണ്. സ്വാഭാവികമായും കേൾക്കുന്നവർ വിശ്വസിക്കാം. കാരണം വലിയ പർവ്വതം പോലെ വന്ന് ഒന്നുമല്ലാതെ പോയ രണ്ട് കേസുകളാണ് സ്വർണ്ണക്കടത്ത് കേസും ഡോളർ കടത്തു കേസുമൊക്കെ. അപ്പോൾ ഈ കേസുകൾക്ക് പിന്നിൽ എന്താണ് സംഭവിച്ചത്? അതുപോലെ ആയിരിക്കുമോ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള മാസപ്പടി കേസിലെ അന്വേഷണവും എന്ന് ആശങ്കപ്പെട്ട സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെയുള്ള അന്വേഷണത്തിന് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയെ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം നിയോഗിക്കുന്നത്. അതോടുകൂടി കേസിന്റെ ഗൗരവം മാറുകയാണ് ചെയ്തത്. CPM-ന്റെ നേതാക്കൾ നിസ്സാരവൽക്കരിക്കപ്പെട്ട് പറഞ്ഞിരുന്ന കേസിന് പുതിയ മാനം കൈവന്നു. രാജ്യത്ത് തന്നെ ഏറ്റവും സുപ്രധാനമായ സാമ്പത്തിക അഴിമതി, സാമ്പത്തിക കുറ്റകൃത്യ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു ഏജൻസിയുടെ അന്വേഷണം ഈ കേസിൽ വരണമെങ്കിൽ ആ കേസിന് അത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കേവലം 1,72,00,000 രൂപയുടെ ക്രമക്കേടല്ല, മറിച്ച് കേന്ദ്ര സർക്കാരിനെയും കേന്ദ്ര സർക്കാരിന്റെ പല മന്ത്രാലയങ്ങളെയും രജിസ്ട്രാർ ഓഫ് കമ്പനീസിനെ അടക്കം നിരവധി വർഷങ്ങളായി പറ്റിക്കുകയും വ്യാജരേഖ ചമച്ച് കോടിക്കണക്കിന് രൂപയുടെ ക്രമക്കേടുണ്ടാക്കുകയും ചെയ്ത അതിഗുരുതരമായ കേസാണിതെന്നാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് കണ്ടെത്തിയിരിക്കുന്നത്. അതുമാത്രവുമല്ല, നേരത്തെ ആദായനികുതി വകുപ്പിന്റെ ഇന്ററീം സെറ്റിൽമെന്റ് ബോർഡ് തന്നെ കണ്ടെത്തിയിരുന്നു. ഈ 1,72,00,000 രൂപയ്ക്ക് അപ്പുറം കോടിക്കണക്കിന് രൂപയുടെ, പ്രത്യേകിച്ച് 125 കോടി രൂപയുടെ അനധികൃത ഇടപാടുകൾ കരിമണലിന്റെ മറവിൽ കൊച്ചിയിൽ നടന്നിട്ടുണ്ട്. CMRL എന്ന കമ്പനി കോടിക്കണക്കിന് രൂപ കൈക്കൂലിയായി കേരളത്തിലെ നിരവധി രാഷ്ട്രീയ നേതാക്കന്മാർക്ക് നൽകിയിട്ടുണ്ട്. ആ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ചുരുക്കെഴുത്തുകളുള്ള ശശിധരൻ കർത്തയുടെ ഡയറി അടക്കം ഇന്റർനെറ്റ് സെറ്റിൽമെന്റ് ബോർഡിന് ലഭിച്ചതാണ്. അതിൽ തന്നെ പിണറായി വിജയന്റെ പേരുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്നാൽ PV എന്നത് താനല്ല എന്ന് പിണറായി വിജയൻ തന്നെ തുറന്നടിച്ചു. CPM പൂർണ്ണമായും മുഖ്യമന്ത്രിയെയും മകളെയും സംരക്ഷിക്കുന്ന നിലപാടെടുത്തു. ഇവിടെയാണ് ഈ അന്വേഷണത്തിന്റെ ഇപ്പോഴത്തെ പ്രസക്തി. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നിൽ നിർണായകമായ പല നീക്കങ്ങളും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. വീണ വിജയൻ മാത്രമല്ല കേന്ദ്ര ഏജൻസിയുടെ ലക്ഷ്യം. കേരളത്തിലെ ഇടതു വലത് മുന്നണികൾക്കുള്ളിലുള്ള നിരവധി നേതാക്കന്മാർക്ക് ഈ കൈക്കൂലി പണത്തിൽ പങ്കുണ്ട് എന്നുള്ളതാണ് അന്വേഷണ ഏജൻസികളുടെ ലക്ഷ്യം. അവരുടെ തനിനിറം പുറത്തറിയിക്കുക, കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളിലേക്ക് അന്വേഷണം എത്തുക, അതിലൂടെ അഴിമതിയിൽ ഈ രണ്ട് മുന്നണികളും ഒന്നാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുക. ഈ അന്വേഷണം കൊണ്ട് BJP ലക്ഷ്യമിടുന്നത് അതാണ്. ഇതിന് മറ്റൊരു തലം കൂടിയുണ്ട് എന്നുള്ളത് ഇന്നത്തെ CPM-ന്റെ നേതാവായ AK ബാലന്റെ വാക്കുകളിലൂടെ വ്യക്തമാണ്. ഞങ്ങൾ ഒരു തരത്തിലുള്ള അന്വേഷണത്തെയും ഭയക്കുന്നില്ല, ഞങ്ങൾക്ക് ഒരു ഭയവുമില്ല.
മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയുടെ കൈകൾ ശുദ്ധമാണ്. മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ടാണ് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ അന്വേഷണം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം കാര്യക്ഷമമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ കേരളത്തിലെ നിരവധി UDF നേതാക്കൾ കുടുങ്ങും. അപ്പോൾ AK ബാലൻ എന്ന CPM-ന്റെ നേതാവിന് ലക്ഷ്യം കേരളത്തിലെ UDF നേതാക്കളെ ഈ കേസിൽ കൊടുക്കുക എന്നുള്ളതാണ്. അതേസമയം UDF നേതാക്കൾ പറയുന്നത് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ കാര്യക്ഷമമായ അന്വേഷണം ഉണ്ടായാൽ മുഖ്യമന്ത്രിയുടെ മകൾ അറസ്റ്റിലാകും. ഇങ്ങനെ പരസ്പരം ചെളിവാരി എറിയുന്ന രണ്ട് രാഷ്ട്രീയ മുന്നണികളാണ് കേരളത്തിൽ മത്സരിക്കുന്നത്. ഈ രണ്ട് രാഷ്ട്രീയ മുന്നണികളുടെയും തനി നിറം വെളിച്ചത്ത് കൊണ്ടുവരാൻ BJP കിട്ടിയ ഏറ്റവും വലിയ സുവർണ അവസരമാണ് ഇത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിനെ BJP എങ്ങനെ മുതലാക്കുമെന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. BJPക്ക് നേരത്തെ നമുക്കറിയാം കേരളത്തിലെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് BJP നേതാക്കന്മാരെ വേട്ടയാടുക എന്നുള്ള ഒരു രാഷ്ട്രീയ ശൈലി പിണറായി വിജയൻ പോലീസ് സ്വീകരിച്ചിരുന്നു. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ആ നീക്കങ്ങളെല്ലാം തന്നെ. ആദ്യഘട്ടത്തിൽ കേരളത്തിലെത്തി പ്രസംഗിച്ച കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരനെതിരെ 2 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം എറണാകുളത്ത് 2 കേസ് രജിസ്റ്റർ ചെയ്തു. ആ 2 കേസും വ്യാജ കേസായിരുന്നുവെന്നും കേരളത്തിലെ പിണറായി സർക്കാരിനെ വിമർശിച്ചതിന്റെ പേരിലാണ് മതസ്പർദ്ധ ഉണ്ടാക്കുന്ന തരത്തിലുള്ള വിദ്വേഷ പ്രസംഗം എന്ന പേരിൽ കേസെടുത്തതെന്നും പിന്നീട് വ്യക്തമായതാണ്. അങ്ങനെ ഒരു കേന്ദ്രമന്ത്രിക്കെതിരെ കേരള പോലീസ് 2 കേസുകൾ ചുമത്തുക. അതിനുശേഷം BJP നേതാവായ നടൻ സുരേഷ് ഗോപിക്കെതിരെ എടുത്ത കേസ്, ആ കേസിന്റെ പിന്നിലുള്ള രാഷ്ട്രീയ ലക്ഷ്യവും നമുക്കറിയാവുന്നതാണ്. നടക്കാവ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നു. കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സമ്മർദ്ദമുണ്ടാകുന്നു, ഗൗരവമുള്ള വകുപ്പുകൾ ചുമത്തുന്നു. പിന്നീട് ആ കേസിന്മേൽ ഒരു നടപടിയും കുറെ ദിവസത്തേക്ക് ഉണ്ടാകുന്നില്ല. പെട്ടെന്ന് സുരേഷ് ഗോപിയെ വിളിച്ചു വരുത്തുന്നു. സുരേഷ് ഗോപി ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നു. അപ്പോഴും ഗൗരവമുള്ള വകുപ്പുകൾ ഇട്ടിരുന്നില്ല. പിന്നീട് തൃശ്ശൂരിൽ തേക്കിൻകാട് മൈതാനിയിൽ BJPയുടെ വലിയ പൊതുസമ്മേളനം നടക്കുന്നതിന് തൊട്ടു മുൻപ് സുരേഷ് ഗോപിക്കെതിരെ ഗുരുതരമായ വകുപ്പുകൾ വീണ്ടും ചുമത്തുന്നു. അതിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ആ പരിപാടിക്ക് മുൻപ് സുരേഷ് ഗോപി അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ പിന്നീട് സർക്കാരിന് തന്നെ നിയമോപദേശം കിട്ടുന്നു. ഇങ്ങനൊരു സാഹചര്യത്തിൽ സുരേഷ് ഗോപി അറസ്റ്റ് ചെയ്താൽ മണിക്കൂറുകൾക്കുള്ളിൽ സുരേഷ് ഗോപിക്ക് ജാമ്യം ലഭിക്കും. അത് മാത്രവുമല്ല, സുരേഷ് ഗോപിക്ക് രാഷ്ട്രീയ മൈലേജ് ഉണ്ടാക്കി കൊടുക്കുന്നതിന് മാത്രമേ ഈ അറസ്റ്റ് ഉപകരിക്കൂ എന്നുള്ളത്. അങ്ങനെ കേരളത്തിലെ BJP നേതാക്കന്മാരെ പോലീസ് രാജ് ഉപയോഗിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തി ഭയപ്പെടുത്തുന്ന ഒരു സമീപനമാണ് കേരളത്തിലെ പോലീസ് ആഭ്യന്തര വകുപ്പ് കഴിഞ്ഞ കാലങ്ങളിൽ എടുത്തത്. അതേ നാണയത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും തിരിച്ചടി കൊടുക്കുകയാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ എല്ലാ തെളിവുകളും നിരത്തിക്കൊണ്ടുള്ള അന്വേഷണം തന്നെയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വീണ വിജയനെ ചോദ്യം ചെയ്യുകയും വീണ വിജയനെ അറസ്റ്റ് ചെയ്യുമെന്നുള്ള വലിയ ഭയപ്പാട് CPM-നുണ്ട്. ആ ഭയം കൊണ്ടാണ് കർണാടകയിലെ ഹൈക്കോടതിയിലേക്ക് അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയുമായി വീണ വിജയനും എക്സോളജിക് സൊല്യൂഷനും പോയിരിക്കുന്നത്. എത്രയൊക്കെ ഭയമില്ലെന്നും എത്രയൊക്കെ കൈകൾ ശുദ്ധമാണെന്നും എത്രയൊക്കെ ന്യായീകരിച്ച് വെളുപ്പിക്കാൻ CPM ശ്രമിച്ചാലും വീണ വിജയനെതിരെ ഇക്കുറി കുരുക്ക് മുറുകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വീണ വിജയനെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി പൊക്കിക്കൊണ്ട് ബാംഗ്ലൂരേക്ക് പോകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കേരളത്തിലെ മുഖ്യമന്ത്രിയായ പിതാവും മന്ത്രിയായ ഭർത്താവും ഒന്നിച്ച് കിണഞ്ഞ് ശ്രമിച്ചാലും ഇക്കുറി വീണ വിജയനെ ഊരിയെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.